കാലം ചിതറിച്ച ജനമാണ് ജ്ഞാനായ ജനം. കാലം ചിതറിച്ച ജനം. ഇസ്രായേൽ വംശത്തിൻ്റെ ചിതറിപ്പോടുകൂടി നാമും ചിതറിക്കപ്പെട്ടു. ജെറുസലേമിൽ നിന്ന് എഡേസായിലെത്തി, അവിടെ നിന്ന് കേരളത്തിലെത്തി, ഇവിടെ നിന്ന് ലോകം മുഴുവൻ വീണ്ടും ചിതറിക്കപ്പെടുന്ന ജനമാണ്. അത് പ്രാദേശികമായി നോക്കിയാൽ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ എന്നും ചിതറിക്കപ്പെടുന്ന ജനം. സഭാപരമായും ചിതറിക്കപ്പെട്ട ജനമാണ് നാം. പക്ഷെ അങ്ങനെ ചിതറിക്കപ്പെട്ട ജനം ചിതറിക്കപ്പെട്ടവരായി നിൽക്കുന്നത് തെറ്റാണ് എന്നുള്ള ബോധ്യമുണ്ടായപ്പോൾ ആ ജനം ഒന്നിച്ചുകൂടി നമ്മുടെ പിതാമഹനായ വിശുദ്ധനായ മാർക്കനായി തോമയുടെ തിരുനാൾ ഇന്നിവിടെ ഒന്നിച്ച് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ചരിത്ര മുഹൂർത്തമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോഹയിട്ടവരും അല്ലാത്തവരുമായിട്ട് ഇന്ന് ജ്ഞാനായ സമുദായത്തിനിടയിൽ ഈ സമുദായത്തിന് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതിശക്തമായി പോരാടുന്ന അഭിമന്യ സവേറിയസ് മെത്രാപ്പോലിത്തയുടെ കൂടെ ഈ വേദിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ പറയുന്നത് വീണ്ടും, ജ്ഞാനായ സമുദായത്തിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മുന്നണി പോരാളിയാണ് ഇദ്ദേഹം. ഈ സമുദായത്തിന് വേണ്ടി മരിക്കുവാൻ വരെ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. തീർച്ചയായിട്ടും ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു ജ്ഞാനായക്കാരനും അഭിമാനത്തോടുകൂടി പറയുവാവുന്ന പേരാണ് സവേറിയസ് പിതാവിൻ്റെത്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് KGP എന്ന ഒരു ആശയം, ജ്ഞാനായ ഗ്ലോബൽ പാർലമെന്റ് എന്ന ആശയം മുമ്പോട്ട് വെച്ചപ്പോൾ പല ആളുകളും എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞത്, സവേറിയസ് മെത്രാനും ജോബിയച്ചനും കൂടി കത്തോലിക്കരായ ആളുകളെ യാക്കോബായിലേക്ക് കൊണ്ടുപോകാനും വേണ്ടി തുടങ്ങിയ പരിപാടിയാണ് എന്നാണ്. ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ആദ്യമായിട്ട്, അല്ലേ? പണ്ട് വടാദർശമേരി ഞാൻ ഫിലോസഫി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം റോയ് അച്ഛൻ എന്ന പേരിൽ ഇദ്ദേഹം അവിടെ ലൈസൻഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് നമ്മുടെ എല്ലാ പരിപാടിക്കും കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളാണ്. അന്ന് കണ്ടതിന് ശേഷം ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം ഇത് ആദ്യമാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ആ ഞാനാണ് ഇദ്ദേഹവുമായി കൂടിച്ചേർന്ന് കത്തോലിക്കരെ യാക്കോബയിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് എന്നുള്ള ശുദ്ധ അസംബന്ധം ചില ആളുകൾ പറഞ്ഞു പരത്തുന്നത്. എന്തിനാണ് KGP ആരംഭിച്ചത്? ഞാൻ അമേരിക്കയിലെ പത്രപ്രവർത്തനായിട്ടും അച്ഛനായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്. അമേരിക്കൻ ചരിത്ര പശ്ചാത്തലത്തിൽ കത്തോലിക്ക സഭയുടെ ചരിത്രം ഞാൻ പഠിച്ചു. അതായത് ഓരോ ചെറിയ ടൗണിലും 3-4 കത്തോലിക്ക പള്ളികൾ ഉണ്ടായിരുന്നു. ജർമ്മൻ കത്തോലിക്ക പള്ളി, അവിടെ അച്ഛൻ ജർമ്മൻകാരനാണ്. ഇറ്റാലിയൻ കത്തോലിക്ക പള്ളി, അവിടെ അച്ഛൻ ഇറ്റലിക്കാരനാണ്. ഐറിഷ് കത്തോലിക്ക പള്ളി, അവിടെ അച്ഛൻ അയർലൻഡുകാരനാണ്. പോളിഷ് കത്തോലിക്ക പള്ളി, അവിടെ അച്ഛൻ പോളണ്ടുകാരനാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ഭാഷകളിൽ വ്യത്യസ്തമായ രീതിയിൽ കുർബാന ചൊല്ലിക്കൊണ്ട് കുറേ കാലം അവർ പോയി. ഇന്ന് അവിടെയൊക്കെ ചെന്നാൽ അവിടെ ജർമ്മൻ പള്ളിയില്ല, ഇറ്റാലിയൻ പള്ളിയില്ല, ഐറിഷ് പള്ളിയില്ല, പോളിഷ് പള്ളിയില്ല, ആകെയുള്ളത് കത്തോലിക്ക പള്ളിയാണ്. കത്തോലിക്ക പള്ളിയുണ്ട്, കത്തോലിക്ക പള്ളിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോലും 2 പള്ളിയിൽ ഒരു പള്ളി പൊളിച്ചവിടെ സ്കൂൾ പണിതിട്ട്, ഒരു ജർമ്മൻ പള്ളി പൊളിച്ചവിടെ സ്കൂൾ പണിതിട്ടാണ് ഇപ്പുറത്തുള്ള ഐറിഷ് പള്ളി എല്ലാവരുടെയും പള്ളിയാക്കി മാറ്റിയത്. ഞാൻ പറഞ്ഞു വന്നത്, ഓരോ രാജ്യത്തു നിന്നും ആളുകൾ കുടിയേറി ചെല്ലുമ്പോൾ അവർ കുറച്ചു കാലം അവരുടേതായ രീതികളും പാരമ്പര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകും. പിന്നീട് അതില്ലാതെ പോകും. അതാത് സ്ഥലത്തേക്ക് അവർ ലയിച്ചു ചേരും. ആ ഒരു പശ്ചാത്തലത്തിൽ ഞാനൊരു വീഡിയോ പണ്ട് ചെയ്തിരുന്നു, ഒരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു, അമേരിക്കയിൽ മലയാളം പള്ളികൾ വിൽപ്പനയ്ക്കോ എന്ന്. അപ്പോൾ ആ ഒരു ചരിത്രത്തിന് ചുവട് പിടിച്ചുകൊണ്ട് ഞാൻ ജ്ഞാനായക്കാരെ കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞു, ജ്ഞാനായ ചിതറിക്കപ്പെട്ട ജനമാണ്. ചരിത്രപരമായി ചിതറിക്കപ്പെട്ട ജ്ഞാനായക്കാർ ഇവിടെ വന്നു. നമ്മളിപ്പോൾ ലോകത്ത് മുഴുവനുണ്ട്. ജർമ്മനിയിൽ പോയി, ജർമ്മനിയിൽ ജനിക്കുന്ന ജ്ഞാനായക്കാരൻ ജർമ്മൻകാരനാണ്, അല്ലേ? ഇറ്റലിയിൽ പോകുന്ന ഇറ്റലിക്കാരനാണ്. അമേരിക്കയിൽ പോകുന്ന ജ്ഞാനായക്കാരൻ അമേരിക്കക്കാരനാണ്. ഇവരാരും മലയാളിയല്ല, ആണോ? അല്ല, അവിടെ ജനിച്ചുള്ളതാണ്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക്, പല ഭാഷയിലേക്ക്, പല രീതിയിലേക്ക് ചിതറിക്കപ്പെടുന്ന ജ്ഞാനായക്കാരെ ഒന്നിച്ചു നിർത്തിയില്ല എങ്കിൽ നാം ഇല്ലാതായി പോകും. ഞാൻ പോകുന്ന വഴിക്ക് ബസ്സേ വെച്ച് ചില ആളുകൾ അല്പം സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ അവരോട് ചോദിച്ചത്, നാം എപ്പോഴും പറയുന്ന കാര്യമാണ്, സൂര്യനും ചന്ദ്രനുമുള്ള കാലത്തോളം ഓരോ ഉറപ്പുമില്ല. എന്താ ഉറപ്പ്? സൂര്യൻ നാളെ ഉദിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലേ? ചന്ദ്രൻ എപ്പോഴൊക്കെ ഉദിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലേ? പക്ഷെ ജ്ഞാനായക്കാർ നാളെ ഉണ്ടാകുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഉറപ്പ് വേണമെങ്കിൽ നാം ഒന്നിച്ചു നിൽക്കണം.
വേണ്ടേ? നാം ഒന്നിച്ചു നിന്നില്ല എങ്കിൽ നാം പരിപൂർണമായിട്ട് ചിതറിച്ചു കളയും നമ്മെ. വിശുദ്ധനായ ക്നായിത്തോമയ്ക്ക് കുടിയേറ്റ സമയത്ത് എതിർക്കേണ്ടിയിരുന്നത് കൂറ്റൻ തിരമാലകളെയും കടലിനെയുമാണ്. പക്ഷെ നമുക്ക് ഇന്ന് ഉള്ളിലുള്ളവരും പുറത്തുള്ളവരും നമ്മെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുന്നവരാണ്, അല്ലേ? ഒന്നിച്ചു നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. നമുക്കറിയാം, സാധാരണ ഉപയോഗിക്കുന്ന ഉദാഹരണമാണ് ഈ തെങ്ങിൽ വളരുന്ന ഓല, അല്ലേ? ഓലയുടെ ഈർക്കിലെടുത്ത് ചൂലുണ്ടാക്കും, അല്ലേ? ഓരോ ഈർക്കിലെടുത്ത് ഒടിക്കാൻ പറ്റും, അല്ലേ? ഓരോ ഈർക്കിലെടുത്താൽ ഒടിക്കാൻ പറ്റും. ചൂലോ പറ്റുമോ? പറ്റും, പക്ഷെ എളുപ്പമല്ല. എന്ന് പറഞ്ഞ പോലെ, അതായത് ചൂല് പോലെ ഒന്നിച്ചു നിൽക്കുന്ന ഈർക്കിലി എങ്ങനെ ചൂടാക്കുന്നു, അതുപോലെ ഒറ്റക്കെട്ടായി ക്നാനായ സമുദായം നിന്നാൽ ഈ സൂര്യനും ചന്ദ്രനുമുള്ള കാലം വരെ നാം ഉണ്ടാകും. ഇല്ലെങ്കിൽ സൂര്യനും ഉണ്ടാവും, ചന്ദ്രനും ഉണ്ടാവും, പക്ഷെ നമ്മളെ ഉണ്ടാവില്ല. അതാണ് ചരിത്രം. ലോകത്ത് ഏത് കുടിയേറ്റങ്ങളുടെ ചരിത്രം എടുത്താലും കാലക്രമത്തിൽ അവ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അസിമുലേറ്റ് ചെയ്യും, അവിടെയുള്ള ആളുകളുമായിട്ട് ചേർന്ന് പോകും. നാം ആരാണ് എന്നുള്ള വ്യക്തമായ ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ, നാം ആരാണ് എന്ന് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടായാൽ, നാം ആരാണ് എന്ന് വ്യക്തമായ ബോധ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ, അതിൽ അഭിമാനിച്ചാൽ, ക്നാനായക്കാരെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്ന മറ്റുള്ളവരാണ്. പലപ്പോഴും നമുക്ക് നമ്മളെക്കുറിച്ചൊരു പുച്ഛമാണ്, അല്ലേ? പലപ്പോഴും ക്നാനായക്കാരാണ് എന്ന് പറയാൻ നമുക്കൊരു മടിയാണ്. ഞാൻ പല ആളുകളടുത്തും പറയാറുണ്ട്. ചില ആൾക്കാർ ചോദിക്കും, ആരാണ് ഈ ക്നായിത്തോമാനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതെന്ന്. ഞാൻ എപ്പോഴും പറയുന്നത് ദൈവമാണ്, ഞാനല്ല. ക്നായിത്തോമയെ വിശുദ്ധനാണ് എന്ന് പറയുവാൻ മടിയുള്ള ധാരാളം ക്നാനായക്കാരുണ്ട്. അവർക്കൊരു കുറവാ, ബാക്കിയുള്ള ആരെയും പറയാം. പക്ഷെ ക്നായിത്തോമ വിശുദ്ധനാണെന്ന് പറയുമ്പോൾ ഒരു പുച്ഛം. ഈ പുച്ഛമൊക്കെ മാറ്റിവെച്ച് അവനവൻ ആരാണ് എന്നുള്ള ബോധ്യമുണ്ടായി അഭിമാനത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങിയാൽ സൂര്യനും ചന്ദ്രനും കർത്താവിൽ വിശ്വസിക്കുകയും മാതാവിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്ഥലക്നാനായക്കാരെയും ഒന്നിച്ചു കൂട്ടുക. നാം ആരാണെന്നുള്ള ബോധ്യമുണ്ടാവുക. നമുക്കൊരു ആസ്ഥാനം വേണം സാമുദായികമായിട്ട്. തീർച്ചയായിട്ടും സഭാപരമായ ആസ്ഥാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ സാമുദായികമായിട്ട്, സഭാപരമായി ക്നാനായ സമുദായങ്ങൾക്ക് എന്തുമാത്രം നിലനിൽപ്പുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ ഒരു ഉത്തരവില്ല. അത് കത്തോലിക്കയായാലും സുറിയാനി ആയാലും സഭാപരമായിട്ട് സമുദായത്തിന് നിലനിൽപ്പ് എളുപ്പമല്ല ഈ കാലഘട്ടത്തിൽ, സത്യമാണ്. പക്ഷേ സാമുദായികമായിട്ട് നമുക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. സമുദായമായിട്ട് ഒന്നിച്ച് മുമ്പോട്ട് പോകുവാൻ, സൂര്യനും ചന്ദ്രനുമുള്ള കാലത്ത് നിൽക്കുവാൻ നമുക്ക് ആരുടെ അനുവാദം വേണോ? ഏതെങ്കിലും തൊപ്പി വെച്ചവരുടെയോ വടി പിടിച്ചവരുടെയോ അല്ലാതിരിക്കുന്നവരുടെ അനുവാദം വേണോ? നമുക്ക് വേണ്ട. പക്ഷെ നാം ഒന്നിച്ച് നിൽക്കണം. ഈ ബോധ്യം നമുക്കുണ്ടാവണം. ഈ ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. തീർച്ചയായിട്ടും ഒരാളെയും നിർബന്ധിക്കുന്നതല്ല നമ്മുടെ എൻഡോഗമി, ആണോ? അല്ല. ആരും ആരെയും പിടിച്ചു കെട്ടിക്കാറില്ല, ഉണ്ടോ? ഇല്ല. ഓരോരുത്തർക്കും ബോധ്യങ്ങൾ കൊടുക്കുക, തീരുമാനം ഓരോ വ്യക്തിയും എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ക്നാനായ സമുദായം ഇന്ന് നാം നിൽക്കുന്നത് നമ്മുടെ പൂർവ്വപിതാക്കൾ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട മണ്ണിലാണ്. എന്ന് പറഞ്ഞാൽ 10-15 നൂറ്റാണ്ടുകൾ നമ്മുടെ പൂർവികർ, വിശുദ്ധരായ നമ്മുടെ പൂർവികർ ഉറങ്ങുന്ന മണ്ണാണിത്. ഈ പുണ്യഭൂമിയിൽ നിന്ന് നാം ഒന്നിച്ച് തീരുമാനമെടുക്കുകയാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി, എൻ്റെ മനസ്സിൻ്റെ ശക്തിക്കനുസരിച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ ഈ സമുദായം ലോകത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കും. പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റുമോ? അത് എൻ്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് എന്നാലാവുന്ന വിധത്തിൽ ഈ സമുദായത്തിൻ്റെ കുറിച്ച് അഭിമാനമുള്ളവനായി നിന്നുകൊണ്ട്, ഈ സമുദായത്തെക്കുറിച്ചുള്ള അവബോധം മറ്റു തലമുറയ്ക്ക് കൊടുത്തുകൊണ്ട്, ഈ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏത് ത്യാഗവും സഹിക്കുവാൻ ഞാൻ മുമ്പോട്ട് നിൽക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? യെസ്. ആ ഒരു തിരിച്ചറിവാണ്, ആ ഒരു ബോധ്യമാണ് നമ്മുടെ പിതാമഹന്മാർ, നമ്മുടെ മാതാക്കൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ നിന്ന് ഈ ദിവസം നമുക്ക് മുമ്പോട്ട് വയ്ക്കുവാനുള്ളത്. വിശുദ്ധനായ മാർ ക്നായിത്തോമയുടെ മധ്യസ്ഥം തീർച്ചയായിട്ടും നമ്മോടൊപ്പമുണ്ട്. അപ്പോൾ ഇന്ന് മെത്രാപ്പോലിത്ത പറഞ്ഞതുപോലെ മുമ്പിൽ നിന്ന് നയിച്ചവനാണ് ക്നായിത്തോമ, ഇന്ന് മുമ്പിൽ നയിക്കുന്നവനാണ് ക്നായിത്തോമ. ക്നാനായ സമുദായത്തിന് ഒരേ ഒരു നേതാവേ ഉള്ളൂ, അല്ലേ? ഇവരൊക്കെ ആത്മീയ ശുശ്രൂഷകരാണ്. ഞാനും അതേ കൂട്ടത്തിൽപ്പെട്ട ആളാകട്ടോ.
സമുദായത്തിൻ്റെ നേതാവായിട്ട് ക്നാനായ സമുദായത്തിന് അന്നും ഇന്നും ഒരു ഗോത്രപിതാവേ ഉള്ളൂ. അങ്ങനെ വേറെ ആരെങ്കിലും ഗോത്രപിതാവാണ് എന്ന് അവകാശപ്പെട്ടാൽ അവൻ അത് തെളിയിക്കണം. വേണ്ടേ? വിശുദ്ധനായ ക്നായി തോമ സമുദായത്തിന് വേണ്ടി നിലകൊണ്ടതുപോലെ, സമുദായത്തെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചതുപോലെ, സമൂഹത്തിന് സമുദായത്തിന് അഭിമാനം നൽകിയതുപോലെ മുമ്പോട്ട് നിൽക്കുവാൻ ഞാൻ ആരെയും കാണുന്നില്ലെങ്കും. ഈ കാലഘട്ടത്തിൽ ആരും തന്നെ ഇല്ല. എഗെയിൻ ഇദ്ദേഹം സഭയുടെ മെത്രാപ്പോലീത്തയാണ് അല്ലേ? സമുദായത്തിൻ്റെ അംഗമാണ് അല്ല, സമുദായത്തിൻ്റെ ആണ്. പക്ഷെ ഗോത്രപിതാവ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അവിടെയും വിഷയം ഇതാണ്, ഇത് വലിയ സമുദായമായതുകൊണ്ട് ഒരു വിഭാഗത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ക്നാനായ അതായത് ക്നായി തോമ വന്ന ആ ഒരു കൂട്ടായ്മയുടെ അത്തരത്തിൽ ലോകത്തുള്ള സകലമാന ക്നാനായക്കാരുടെയും ഗോത്രപിതാവ് എന്ന് പറയാൻ ആരും ഇല്ല. അതാ ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ? അതെ, അത് ക്നായി തോമ മാത്രമേ ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കുക, ഈ കേരള സഭയിൽ യേശുവിലുള്ള വിശ്വാസം എത്തിച്ച ആളാരാണ്? ശരിക്കും ക്നായി തോമയാണ്. ഇവിടെ നസ്രാണികളെന്ന് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ നമ്മുടെ ഇവിടെ വിളിക്കപ്പെടാൻ കാരണക്കാരനാരാണ്? അതും ഈ ക്നായി തോമ തന്നെയാണ്. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മറ്റേ നമ്മുടെ മാർത്തോമ കേരളത്തിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് സമയം പോലെ കേൾക്കാം, ഇനിയിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഇങ്ങനെ ഈ ഒരു ഭൂമിയിൽ വന്ന് നമ്മുടെ പിതൃക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശുദ്ധർ കബറടക്കപ്പെട്ട ഈ സ്ഥലത്ത് വന്ന് വിശുദ്ധനായ ക്നായി തോമയുടെ ഓർമ്മ തിരുനാൾ ഒന്ന് ചേർന്ന് ആഘോഷിക്കുവാനായിട്ട് സാധിച്ചതിന് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും അഭിവന്യ മെത്രാപ്പോലീത്തയ്ക്ക് എല്ലാവിധ നന്മകളും ആശംസകളും അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ക്നാനായ സമുദായത്തിൻ്റെ ഒരു മുന്നണി പോരാളിയായിട്ട് വരും തലമുറകൾക്ക് ഓർക്കുവാൻ സാധിക്കുന്ന ഒരു മഹനീയമായ നാമമായിട്ട് അദ്ദേഹത്തിൻ്റെ നാമം മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. ക്നാനായ ഗ്ലോബൽ പാർലമെൻറ്റിനെ കുറിച്ച് തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ സന്ദീപ് പറയുന്നതായിരിക്കും. അതിൻ്റെ പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നോർക്കുക, ലോകമാകെയുള്ള ക്നാനായ ജനതയെ ഒന്നിച്ച് നിർത്തുക എന്നത് മാത്രമാണ് ക്നാനായ ഗ്ലോബൽ പാർലമെൻറ്റിൻ്റെ ലക്ഷ്യം. നമ്മുടെ സംസ്കാരങ്ങൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ ലോകത്തിനെ അറിയിക്കുക, നമ്മുടെ തലമുറകളെ അറിയിക്കുക, പഠിപ്പിക്കുക, ഒന്നിച്ച് നിൽക്കുക. ഇവിടെ ഏത് പള്ളിയിൽ പോകണമെന്നൊരിക്കലും KGP ആരോടും പറയില്ല. മനസ്സിലായല്ലോ? പള്ളിയിൽ പോവുക എന്നുള്ളതും അത് ഒരു വ്യക്തിയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. ഇതൊരു സഭാ സംവിധാനം അല്ല, സമുദായ സംവിധാനമാണ്. തീർച്ചയായിട്ടും ഇത്രയും ആളുകൾ ഒന്നിച്ച് കാണാൻ സാധിച്ചതിൽ, ഇവിടെ വരാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരെയും വിശുദ്ധ ക്നായി തോമയുടെ മാധ്യസ്ഥത്തിൽ സമർപ്പിക്കുന്നു. അദ്ദേഹം നമ്മെ ഓരോരുത്തരെയും വീണ്ടും വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാനുസൃതമായ മാറ്റങ്ങൾ സമുദായത്തിൽ അനിവാര്യമാണെന്നും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ജ്ഞാനായ സഭ മുന്നോട്ട് പോകണമെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തിയ ജോബി പാരക്കിൽ ചെരുവിൽ അച്ഛനോടുള്ള നിശ്ചയമായ നന്ദി അറിയിക്കുന്നു.